ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ജീവിതത്തിൽ മക്കൾ ഉപകാരപ്പെട്ടില്ലേ പോയില്ലേ? അദബ് പഠിപ്പിക്കണം. ആദ്യം ആ ചെരുപ്പ് ഏത് കാലിലിട, ഉമ്മയും വാപ്പായും ഉപദേശിക്കാനുള്ള യോഗ്യത ആദ്യം ഉണ്ടാക്കിയെടുക്കണം. ഉമ്മയും വാപ്പയും ഉപദേശിക്കാനുള്ള യോഗ്യത, ഉമ്മയും വാപ്പയും വലുതാണെന്ന് തോന്നല്. മഹാനായ സയ്യിദുനാ മൂസാ അലൈഹിസ്സലാം തുർസീനാ പർവ്വതത്തിന്റെ പാറക്കെട്ടിലേക്ക് വളരെ പരിശീലനത്തോടുകൂടെ ഓടിക്കയറുമായിരുന്നു. ഒരു ദിവസം മഹാനവറുകൾ പാറക്കെട്ടിന്റെ മുകളിലേക്ക് ഓടിക്കയറുമ്പോൾ പെട്ടെന്ന് കാലൊന്ന് പതറി താഴേക്ക് ഉരുണ്ടു പോരാതെ ഒരു പാറയുടെ മുകളിൽ കെട്ടിത്തൂങ്ങി പിടിച്ചു നിന്നു. അല്ലാഹുവോട് ചോദിച്ചു, മഹാദായ റബ്ബി, പടച്ചോനെ ഇതെന്തൊരു മറിമായം! പിച്ചവെച്ച കാലം മുതൽക്ക് തുർസീനാ പർവ്വതത്തിന്റെ പാറക്കെട്ടുകളെ അനുസ്യൂതം അതിലേക്ക് പരിശീലനത്തോടുകൂടെ ഓടിക്കയറി വന്നിരുന്ന് ഞാൻ ഇന്നവരെ കാല് പതറിയിട്ടില്ല. അല്ലാഹ്, എന്തു പറ്റി? അല്ലാഹു പറഞ്ഞു, മൂസ നബിയെ, ഉമ്മ മരിച്ചിട്ടുണ്ട്, അതാ കാലിവിടെ തെറ്റിയത് എന്ന് അല്ലാഹു പറഞ്ഞു. അങ്ങയുടെ ഉമ്മ മരിച്ചിട്ടുണ്ട്, അതാണ് അങ്ങയുടെ കാല് ഇവിടെ തെന്നിയത്, തെറ്റിയത്, ഇടറിയത് എന്ന് അല്ലാഹു മൂസ നബിയോട് പറഞ്ഞു. എന്തുകൊണ്ട്? ഈ ഉമ്മാടെ ദുആ അവിടെ മുറിഞ്ഞു. ഉമ്മാടെ ദുആ അവിടെ മുറിഞ്ഞു. ദുആരക്കാനാവണം ഉമ്മാടെ നാവ്. എപ്പോഴും ദുആരക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മക്കൾ നന്നാവാൻ വേണ്ടിയിട്ടൊരു ദുആ ഉണ്ട്, പറയാം. സിമ്പിളായിട്ടുള്ള ദുആ. മക്കളും നന്നാവും, ഭർത്താവും നന്നാവും, കുടുംബം ആകെ നന്നാവും. നന്നായിട്ട് അവര് നന്നാവാനുള്ള ഒരു ടിപ്പാണ് ഇത്. അങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് ദുആ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഈ ദുആ എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുവേ, നീ തന്ന ഭാര്യ അല്ലെങ്കിൽ നീ തന്ന ഭർത്താവ്, നീ തന്ന മക്കള്, മക്കളുടെ മക്കള്, അവരെ കാണുമ്പോൾ എന്റെ മനസ്സിന് സന്തോഷം ഉണ്ടാവണം. ആ രീതിയിലുള്ള ഒരു വളർച്ചയും പക്വതയും ഉയർച്ചയും ഒക്കെ അവർക്ക് നീ നൽകണം. അവരാവട്ടെ നല്ലവരാവണം, അവര് മുത്തഖീങ്ങളാവണം. മുത്തഖീങ്ങളായ അവരുടെ മുന്നിൽ നിൽക്കാനുള്ള യോഗ്യത, അവരോട് എന്തേലും പറഞ്ഞ് അവരെ ശകാരിക്കാനും ശാസിക്കാനുമുള്ള ഒരു യോഗ്യത, അർഹത, അത് എനിക്കും തരണം. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഈ ദുആ 5 നേരം നിസ്കാരത്തിലും നമുക്ക് പരമാവധി കൊണ്ടുവരാവുന്ന, നിസ്കാരം കഴിഞ്ഞിട്ട് ആണെങ്കിലും ഇത് ചൊല്ലാവുന്നതാണ്. നമ്മുടെ പ്രധാന ദുആകളിലൊക്കെ ഇത് ഉണ്ടായാൽ മക്കൾ നന്നാവും, വേറെ എവിടെയും പോണ്ട. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഭർത്താവ് നന്നാവും, ഭാര്യ നന്നാവും, എല്ലാവരും നന്നാവും. അങ്ങനെ ഒരു മരുന്ന് പറയാതെ ഈ പ്രശ്നങ്ങളൊന്നും ഭൂമിയിൽ അല്ലാഹു സൃഷ്ടിക്കില്ലല്ലോ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അവരെ അദബ് പഠിപ്പിച്ച് അവരെ പ്രാപ്തരാക്കൽ നമ്മുടെ ബാധ്യതയാകും. ഉമ്മാക്ക് ഒരുപാട് കാര്യങ്ങൾ മക്കളെ പഠിപ്പിക്കാനുണ്ട്. ലോകത്ത് ഒരു മകൻ വളർന്ന് വലുതായിട്ടുണ്ടെങ്കിൽ അത് ഉമ്മ മുഖേനേ ഉള്ളൂ. ഉമ്മ മുഖേന. ആദ്യത്തെ മദ്രസ ഉമ്മയാണെന്ന് പുണ്യ നബി. ലോകത്ത് ഉമ്മയോളം വലിയ വിദ്യാലയം വേറെയില്ല. ഒരു കുഞ്ഞിന് ജനിച്ചു വീഴുമ്പോൾ അതിന്റെ ആഹാരം എവിടെ എന്ന് ക്ലാസ് എടുത്ത് കൊടുക്കണ്ട. ആ മാറിടത്തിന്റെ മണം അവൻ അറിഞ്ഞാൽ ആദ്യത്തെ അറിവ് അത് തന്നെയാ, അവന്റെ ആഹാരം അവിടെ എന്ന്. അവൻ ആദ്യം ഊഞ്ഞാല കെട്ടി ആടി പാടിയത് ആ ഉമ്മാടെ കഴുത്തിലാണ്. ആദ്യം അവൻ ഉച്ചരിച്ചതും ഒരു പക്ഷേ മിണ്ടി തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേലം മിഞ്ഞ പാലോടൊപ്പം അമ്മ എന്നുള്ള 2 അക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. ചിലപ്പോ ആദ്യം പറഞ്ഞത് അള്ളാന്നാവില്ല, അമ്മാന്നാവും, അലി ഉമ്മാന്നാവും. അലിഫിന് ലമ്മിട്ടാലും കുഴപ്പമില്ല, ഫതഹ് ഇട്ടാലും കുഴപ്പമില്ല. അമ്മയായാലും ഉമ്മയായാലും ഹർക്കത്ത് തന്നെയാണ്, രണ്ടും തന്നെയാണ്. അമ്മച്ചി എന്ന് പറയാറുണ്ട് ഹനഫികൾ, അങ്ങനെ പറയലുണ്ട്. അത്തച്ചി, അമ്മച്ചി അങ്ങനെ പറയലുണ്ട് അല്ലേ? ഇവിടെ ഹനഫികളില്ല, കുറെ ഹനഫി സഹോദരങ്ങൾ അങ്ങനെ പറയുന്നുണ്ട്. അമ്മച്ചി, അത്തച്ചി അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ഇതാകട്ടെ, അങ്ങനെ മക്കളുണ്ടാവാൻ ദുആകൾ വേണം, എപ്പോഴും വേണം. അദബ് പഠിപ്പിക്കണം. എന്താ അദബ്? അദബ് ഒന്നും അറിയില്ല. അദബ് വാപ്പ, എടാ മോനെ അത് വാപ്പടാ,
എന്ന് ആര് പറയണം? ഉമ്മ പറഞ്ഞു. വാപ്പാനോട് അങ്ങനെ പറയാൻ പാടില്ല. ഉമ്മയോട് മോനെ ഇവിടെ വന്ന് സംഗതി നീ 9ാം ക്ലാസ്സിലേക്കാ പഠിക്കണേ, എനിക്ക് തന്നെ വലിയ ഇഷ്ടമാണ്, നീ പറഞ്ഞൊക്കെ മേടിച്ചിട്ട്, പക്ഷെ അത് നിന്റെ ഉമ്മയാണ്, മേലെ ചെയ്യലില്ല, ഞാൻ പറയുന്നില്ല, എന്നാ പോയി സോറി പറയും. ഇനി ഉമ്മ ചെയ്യില്ല, ഞാൻ ഒരു 10 പ്രാവശ്യം കുട്ടിയോട് പറഞ്ഞ 11ാമത്തെ പ്രാവശ്യം അവൻ ആ പൊട്ടിത്തെറിക്കുന്ന ഒരു പ്രായമുള്ള ഒരു 8ാം ക്ലാസ്സോ 9ാം ക്ലാസ്സോ ഒക്കെ അവന് പതുക്കെ ഒന്ന് ബ്രേക്ക് ഇടും. ഇത് വേണോ വേണ്ട, ഇത് കഴിയുമ്പോ വാപ്പ വിളിച്ചവനെ പറഞ്ഞാലോ മോശല്ലേ, അത് പറയാൻ നമുക്ക് കഴിയണം. അതെങ്ങനെയാ? നമ്മുടെ വീട്ടിൽ നമുക്ക് അതിനുള്ള യോഗ്യതയില്ല. കാരണം മക്കളുടെ മുന്നിൽ വെച്ച് അവരെ അനുകരിക്കാനുള്ള എല്ലാം കാട്ടിക്കൂട്ടി നമ്മൾ തന്നെ. അങ്ങനെയാ മക്കളോട് ഉപദേശങ്ങൾ കൊടുക്കുമ്പോൾ, അദബുകൾ പറഞ്ഞു കൊടുക്കുമ്പോ ഇതിനുള്ള യോഗ്യത. ഒരു ഉദാഹരണം പറയാം. ഹബീബായ നബിയുടെ മുന്നിൽ ഒരിക്കൽ ഒരു സ്വഹാബി കുറച്ച് പാല് കൊണ്ടുവന്നു. പാല് കൊണ്ടുവന്ന സദസ് ഇങ്ങനെ അദബാണ് പറയുന്നത് കേട്ടോ. അദബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടുക്കിരിക്കുന്നു. മജ്ലിസിന്റെ ഹെഡ് റൈറ്റില് വലത് സൈഡിൽ ആരായിരിക്കും? വലത്തെ സൈഡില്? സ്വാഭാവികമായിട്ടും ആ മജ്ലിസ് ഒന്നും ഇങ്ങനെ ചിത്രീകരിക്കാൻ മനസ്സിൽ ആരായിരിക്കും? വലത്തെ സൈഡില് ഒന്നാമതിരിക്കുന്ന ആരായിരിക്കും? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതിന്റെ തൊട്ടപ്പുറത്ത് ആരായിരിക്കും? ഉമർ ഇബ്നുൽ ഖത്താബ്. അങ്ങനെ ആയിരിക്കുമല്ലോ. പക്ഷെ അന്ന് ഈ സ്വഹാബി പാലും കൊണ്ടുവന്നത് ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, ഇമാം മാലിക് അവിടുത്തെ മുഅത്തയിൽ ഉദ്ധരിക്കുന്നു, അബൂദാവൂദ് ഇമാമിന്റെ സുനനിലുണ്ട്, ഇബ്നു മാജയുടെ സുനനിലുണ്ട്, ഇമാം തുർമുദിയുടെ ജാമിഇലുണ്ട്. വലിയ വിശ്രുതമായൊരു സംഭവം. സ്വഹാബി പാലായിട്ട് വന്നു. എല്ലാവരും നല്ല ദാഹമായിട്ടിരിക്കുക. അപ്പൊ അങ്ങനെ ദാഹിച്ചിരിക്കുമ്പോ ഒരാൾ കുറച്ച് വാട്ടർമെലന്റെ ജ്യൂസായിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. അതിന് കുറച്ച് ഷെയ്ക്ക് അടിച്ച് ആരെങ്കിലും കൊണ്ടുവന്ന നല്ല രസമുണ്ടാവും. അപ്പൊ അള്ളാഹു തൗഫീഖ് കിട്ടെ. എന്താ അഭിപ്രായത്തെ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്ന് കൊടുത്ത് നല്ലതല്ലേ? അങ്ങനെ സ്വഹാബി പാലായിട്ട് വന്നു. അതാകട്ടെ ആ സ്വഹാബിക്ക് കിണർ കുത്തി വെള്ളം കിട്ടിയതിനോടുള്ള സന്തോഷമാണെന്നാണ് ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. കിണർ കുത്തി വെള്ളം കിട്ടിയ സന്തോഷം കൊണ്ട് ആ പതിവ് ഇന്നും ഉണ്ട് കേട്ടോ. ആ പാലിനെ പറ്റി പറയുന്നത് കിണറിലെ വെള്ളം ഒരൽപ്പം ബർക്കത്തിന് വേണ്ടിയിട്ട് ആ പാലിൽ ചേർത്ത് നബി തങ്ങളുടെ സദസ്സിൽ വിതരണത്തിന് കൊണ്ടുവന്നു. സദസ്സിൽ പാല് കൊണ്ടുവന്നു. ആർക്കായിരിക്കും ആദ്യം കൊടുക്കുക? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. നബി തങ്ങളുടെ സദസ്സിൽ ഇത് കൊണ്ടുവന്നു, കൊടുത്തു. റസൂലുള്ളാഹി കുടിച്ചു. ഇനി അതിന്റെ ബാക്കി അടുത്ത ആള് കുടിക്കേണ്ടത് അബൂബക്കർ സിദ്ദീഖാണെന്ന് നബി തങ്ങൾക്കറിയാം. പക്ഷേ നബി തങ്ങളുടെ ആഗ്രഹവും രണ്ടാമത് കുടിക്കേണ്ട ആൾ അബൂബക്കർ ആണെന്നാണ്. എന്നാലും ഒരു സാധനം വിതരണം ചെയ്യുമ്പോ വലത് വശത്തേക്കാണ് അതിന്റെ അദബ്. വലത്തേക്ക് കൊടുത്തു പോണം, വലത്തേക്ക് കൊടുത്തു പോണം. അതാണ് അദബ്. ഒരു മജ്ലിസിന്റെ വലത് വശത്തേക്ക് അടുത്താൾ അങ്ങനെ വലത് കറങ്ങി ഈ മജ്ലിസിന്റെ ഹെഡിന്റെ ഇടത് സൈഡിലിരിക്കുന്ന ആളായിരിക്കും ലാസ്റ്റിൽ അത് കുടിക്കാം. അന്ന് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇടത്തെ സൈഡിലായിരുന്നു. വലത്തെ സൈഡിലിരുന്നത് ഒരു സാധാരണ അഅറാബിയാണ്. വലത് സൈഡിൽ അഅറാബി, ഇടത് സൈഡിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഫശ്രിബാ, ഹബീബായ നബി തങ്ങൾ പാല് കുടിച്ചു. ഉള്ളിലുണ്ട്. എവിടെ കൊടുക്കാൻ? ഇടത്തേക്ക് കൊടുക്കാൻ. കൊടുക്കോ? ഇല്ല. ആ പാലങ്ങനെ വലത്തേക്ക് അഅറാബിക്ക് കൊടുത്തു. അദ്ദേഹം അടുത്ത ആൾക്ക് കൊടുത്ത് അവസാനം വന്ന് ചേർന്നത് എവിടെ? റസൂലുള്ളാഹിയുടെ ഇടത് വശത്തെത്തി. അങ്ങനെയാണല്ലോ ആ സർക്കിൾ അങ്ങനെ റൗണ്ട് ചെയ്ത് വരുമ്പോ അങ്ങനല്ലേ? അങ്ങനെ വരും. ആരാണ് അവസാനം ആ പാല് കുടിച്ചത്? അഫ്ളലുൽ ബശ്രി ബഅദൽ അംബിയാഇ തഹഖീഖൻ അബൂബക്കർ സിദ്ദീഖ്. അല്ലാഹുവിന്റെ അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ഈ മാനവകുലം കണ്ട ഏറ്റവും വലിയ മഹാൻ അബൂബക്കർ സിദ്ദീഖ്. അദബ് അവിടെ നോക്കിയത്, നിയമ ഇഷ്ടല്ല നോക്കിയത്, അദബ് നോക്കി. ഹബീബിന്റെ സദസ്സിൽ അദബ് ഉണ്ടായിരുന്നു. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഫഖാല അല്ലൈമൻ ഫല്ലൈമൻ, വലത്തേക്ക് കൊടുത്ത് പോകണമെന്ന് പ്രത്യേകം നിർദ്ദേശിച്ചു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പാൻ അനുസരിക്കാൻ മക്കൾക്ക് തോന്നണം. ഞാനൊരു മോനെ പറയാം. ആ മോനാവട്ടെ ഉമ്മ വളർത്തിയ മോന. വാപ്പാൻ അനുസരിക്കാൻ തോന്നണമെങ്കിൽ
ഉമ്മ കോച്ചിങ് അതനുസരിച്ച് കൊടുത്തിരിക്കണം എന്നാണ്. കുറ്റം പറയാല്ല കേട്ടോ, അങ്ങനെയാ. എടാ മോനെ വാപ്പാനനുസരിക്ക്, വാപ്പാനെ റെസ്പെക്ട് ചെയ്യാൻ മക്കൾക്ക് തോന്നുന്നത് ഉമ്മയുടെ വർത്താനത്തിൽ. ഇതെങ്ങനെയാ? ഉമ്മ വാപ്പാനോട് പറയും, മനുഷ്യ വരുമ്പോ ഒരു അരക്കിലോ ഉള്ളി മേടിച്ചിട്ടിരുന്നു കേട്ടോ. അത് ആ സാധു കഷ്ടകാലത്തിന് വർത്താനത്തെ ഉള്ളി മേടിക്കാൻ മറന്നുപോയി, കട അടച്ചു. വീട്ടിലേക്ക് കയറി വരുമ്പോ എങ്ങനെ ഇരിക്കും? A+B the whole square is equal to. ഇതൊക്കെ അങ്ങനെ കേക്ക് പിള്ളേര് കേക്കല്ലേ. പിന്നെ റെസ്പെക്ട് ചെയ്യാൻ അമ്മ അങ്ങനെ പറയാം. അമ്മ കയ്യിലും കണക്കിട്ട് കുതിർന്ന് മക്കൾ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ എങ്ങനെയാ? ഞാൻ ഒരു ഉമ്മാനെയും പറയാം, ഒരു മോനെയും പറയാം. ഉമ്മ വളർത്തിയ മോൻ. ഒരു ഉമ്മാനെയും മോനെയും വേറെയും പറയാം. ബാപ്പമാര് വീട്ടില് നല്ല മഹാന്മാരാ കേട്ടോട്ടോ. ആദ്യത്തെ ഉമ്മ മഹാനായ സയ്യിദുന നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യയാണ്. വാഇല എന്നാണ് അവരുടെ പേര്. അവരുടെ പേര് വാഇല. വാഇലയുടെ മോനുണ്ട് കനാൻ എന്ന പേര്. വാഇല വളർത്തിയ മോന്റെ പേര് കനാൻ. പ്രളയം അങ്ങനെ വന്ന് നിക്ക. ആ സമയത്ത് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മോനെ വിളിക്കണ്ട്, മോനെ ഈ കപ്പലിലേക്ക് ഇങ്ങോട്ട് വാട, മോനെ കപ്പലിൽ കയറട. അപ്പൊ അവൻ പറഞ്ഞു, വാപ്പ അവിടെ പണിയൊക്കെ പോ. അങ്ങനെ തന്നെ പറഞ്ഞു. ഖുർആന്റെ ആയത്ത് നോക്കിയോട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഖാല ഇർകബൂ ഫീഹാ ബിസ്മില്ലാഹി മജ്രാഹാ വമുർസാഹാ ഇന്ന റബ്ബീ ലഗഫൂറുർ റഹീം വഹിയ തജ്രീ ബിഹിം في موج كالجبال ونادى نوح ابنه وكان في معزل يا بني اركب معنا ولا تكن مع الكافرين. പറഞ്ഞു, മോനെ പർവ്വതം പോലത്തെ തിരമാല, രക്ഷയില്ല, ഈ കപ്പലിലേക്ക് നീ കയറിക്കോ, ഇങ്ങോട്ട് വാ മോനെ എന്ന് വിളിച്ചു. ഇത് മോന്റെ ഗുണത്തിന് അവിടെ വിളിച്ചത്, മോനെ രക്ഷപ്പെടുത്താൻ വിളിച്ചതാ. ഗുണം ആർക്കായിരിക്കാം? വാപ്പ പറഞ്ഞു കേട്ട മോൻ തന്നെയാണ്, ഭൗതിക ഗുണം മോൻ തന്നെ. എന്നിട്ട് ആ മോൻ പറഞ്ഞത്, എനിക്ക് രക്ഷപ്പെടാനുള്ള വഴിയൊക്കെ വാപ്പ വാപ്പയുടെ പണി നോക്കി പോ. അങ്ങനെ ആ മോൻ പറഞ്ഞത്. അവിടെ ആ വാപ്പ പറഞ്ഞത് കേട്ടാൽ മോനാണ് ഭൗതിക നേട്ടം. മോനാ വെള്ളപ്പൊക്കത്തിൽ പോവില്ല. പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനം, ഉമ്മ വളർത്തിയ മോനാ, 2 ലോകവും നഷ്ടപ്പെട്ടു. വാപ്പാക്ക് കുറവില്ലാട്ടോ, വാപ്പ മഹാനാണ്. ആരാണ് ആ വാപ്പ? സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാം. അങ്ങനുണ്ട്. ഇന്ന് ആ മക്കള് ഇന്നും കാണാനുണ്ട്. പ്രളയക്കെടുതിയിൽ പർവ്വതാശ്രയം തേടി പോയവർക്കിന്നും കാണാം പിന്തുടർച്ചക്കാരെ. അങ്ങനെ മലയാളത്തിലൊരു പാട്ടുണ്ട്. ആ മക്കൾ ഇന്നും ഉണ്ട്. മറ്റൊരു മോനെ കണ്ടോളൂ. ആ മോനാണ് ഹാജർ വളർത്തിയ മോൻ, മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം فلما بلغ معه السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى قال يا أبت افعل ما تؤمر ستجدني إن شاء الله من الصابرين. ഇതൊരു ഉമ്മ വളർത്തിയ മോനാണ്. ആ ഉമ്മ വളർത്തിയ മോൻ എന്താ പറഞ്ഞെന്നറിയോ? വാപ്പ പറഞ്ഞു, മോനെ ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക, എന്റെ കൈയോണ്ട് എന്നെ നിന്നെ അറുക്കണമെന്ന് എനിക്ക് അള്ളാഹു സ്വപ്നം കാണിച്ചു. അപ്പൊ അവിടെ പണിയൊക്കെ പോവാപ്പ മാർഗം കഴിക്കണമെന്ന് പറഞ്ഞ് ഇന്ന് കുട്ടികളെ വിളിച്ചാൽ കിട്ടില്ല. ആ കാലഘട്ടത്തിലാണ് നിന്നെ അറുക്കാൻ ഞാൻ വിളിക്കാണെന്ന് വരുമെന്ന് ചോദിക്കാ വാപ്പ. മോൻ പറഞ്ഞത് അറുത്തോ എന്നല്ല പറഞ്ഞത്. ആ മോൻ അറുത്തോ എന്ന് പറഞ്ഞ അവിടെ തീരും. ആ മോൻ പറഞ്ഞത് അറുത്തോ എന്നല്ല. അള്ളാഹു അനുഗ്രഹിച്ച ആ വാപ്പായ മോനും അറവിന്റെ നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒരു 10ഓളം സംഭാഷണങ്ങളുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്താൽ നമുക്ക് മറ്റൊരിക്കത് പറയാം. അള്ളാഹു നമ്മുടെ ഇൽമിൽ ബർക്കത്ത് നൽകട്ടെ, അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. കരയിപ്പിച്ചോളയും മോനും വാപ്പായും തമ്മിലുള്ള സംഭാഷണം. മോൻ പറഞ്ഞത് യാ അബത്തി ഫഅൽ. ഈ യാ അബത്തി എന്ന പ്രയോഗം പറയുന്നത് തന്നെ ഏറ്റവും സ്നേഹമുള്ള ഇപ്പൊ പറയുന്ന വാപ്പാന്ന് വിളിക്കലാണ് സാധാരണ. തിരക്ക് പിടിച്ചപ്പോ നല്ലോണാണില്ല, വാപ്പിസ ചോറ് കഴിച്ചോ അങ്ങനെ പറയണ്ട, ഒരു ചായ കൂട്ടും അല്ലെ, സ്നേഹം കൂടും. അല്ലെങ്കിൽ അതിനൊരു ഒരു അറബിയിലൊരു പ്രയോഗമാണ്, സ്നേഹം കൂടുതലുള്ളപ്പോ വിളിക്കുന്ന ഒരു പ്രയോഗമാണ് യാ അബത്തി. യാ അബത്തി, യാ അബി അല്ല,
അറുത്തോ എന്ന് പറയാൻ മോൻ വാപ്പയുടെ മുന്നിൽ വരുമ്പോ നിന്നെ ഞാൻ അറുത്തോട്ടെ എന്ന് ചോദിച്ച വാപ്പയോട് മറുപടി പറയുന്ന മോൻ സ്നേഹത്തിൽ കൂടുതലാ എന്നെ അറുത്തോ എന്ന് പറയാൻ വന്ന മോൻ. എങ്ങനെ പ്രയോഗിച്ച് ഏറ്റവും സ്നേഹം തോന്നുമ്പോ പറയുന്ന പ്രയോഗം പറഞ്ഞത് എന്താണോ അള്ളാഹ് കൽപ്പിച്ചത് അതൊക്കെ ചെയ്തു. അറുത്തോ എന്ന് പറഞ്ഞാൽ അറിവിൽ അള്ളാഹ് പറഞ്ഞത് അറുത്തിട്ട് വലിച്ചെറിഞ്ഞോ എന്നാണെങ്കിൽ അങ്ങനെ ചെയ്തോ, എനിക്ക് വിരോധമില്ല. ഇത് ഉമ്മ വളർത്തിയ മോൻ തന്നെയാണ് മഹ്ദിയായ ഹാജർ റളിയല്ലാഹു അൻഹാ. അതുകൊണ്ട് മക്കൾക്ക് മേടിച്ചു കൊടുക്കണം അവരിഷ്ടപ്പെട്ടതൊക്കെ. പക്ഷെ അതിൽ അവർ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഏതാവണം? മക്കൾക്ക് വാപ്പയും ഉമ്മയും വാങ്ങിക്കൊടുക്കുന്ന ഏറ്റവും വിലയുള്ള സമ്മാനം ഏതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന അവിടുത്തെ ജാമിഉൽ മാനഹല വാലിദും വലദം മിൻ നഹലിൻ അഫ്ളല മിൻ അദബിൻ ഹസനിൻ സയ്യിദുനാ റസൂലുള്ളാഹി അൻ അയ്യൂബ് ബിൻ മൂസാ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി അല്ലാഹുവിന്റെ ഹബീബ് പറയാ, മക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ല സമ്മാനം നല്ല അദബ. ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ചെരുപ്പ് എവിടെ ഊരി വെക്കണം, ഒരാളോട് സംസാരിക്കുമ്പോ എങ്ങനെ വേണം, വാപ്പയോടെങ്ങനെ, വെല്ലുപ്പയോടെങ്ങനെ, മൂത്താപ്പ വരുന്നോ എഴുന്നേറ്റ് നിൽക്കും മോനെ എന്ന് ഒരു വട്ടം പറഞ്ഞാ മതി. കുട്ടി എഴുന്നേൽക്കും. വാങ്ക് വിളിക്കുന്നു മോളെ, തലയിലേക്ക് ആ തട്ടനൊന്ന് കയറ്റിയിട്ട്. പണ്ട് ഉസ്താദ്മാരെ കാണുമ്പോ തലയിൽ തട്ടൻ ഇടുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പൊ അതും ഇല്ല കേട്ടോ. അങ്ങനെ പരാതി പറയാനല്ല, തട്ടൻ കിട്ടാത്തതുകൊണ്ടാണ്. അതും പോയി, ഒക്കെ പോയി. ഇപ്പൊ ആകെ ഒരു വേറൊരു ലോകത്ത് ഇപ്പൊ നമ്മൾ ജീവിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ ഇരിക്കാണ്. ആ സമയത്തുണ്ട് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നപ്പോ ഈ പെണ്ണ് അവിടെ ഇരിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പെണ്ണിന്റെ തലയിൽ തട്ടനില്ല. വഹ്യ് വരുന്ന നേരത്ത് ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ തല വിയർക്കുന്ന ഒരു പരിപാടി ഉണ്ട്. നെറ്റി വിയർക്കും. അവിടെ നിന്ന് ഇങ്ങോട്ട് എന്തോ ഒരു വലിയ ഭാരം തലയിലേക്ക് വെക്കുന്ന പോലെ, ഒരു വലിയ ചുമടെടുത്ത് വെക്കുന്ന പോലെ അവിടെ നിന്ന് വിയർക്കാൻ തുടങ്ങും. ആ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണല്ലോ, ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല, ഏറ്റവും ഭാരമുള്ള ഒരു വചനമാണ് അങ്ങയുടെ ശിരസിൽ നാം ചാർത്തുന്നത്. ഖുർആൻ പറഞ്ഞത് അങ്ങനെ. വഹ്യ് വരുന്നത് വലിയൊരു ഭാരം തന്നെ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഭാരത്തെ വഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിയർക്കും. മഹ്ദിയായ ഖദീജ റളിയല്ലാഹു അൻഹാ, ഇത് തലകർക്കം വരുന്നതാണ്. തലചുറ്റിൽ ബോധം കെടാൻ വേണ്ടിയിട്ടുള്ള വിയർക്കലാണ്, അതോ വഹ്യ് വരുന്നതാണോ? ഒരു സംശയം തോന്നി ആർക്ക്? ഖദീജ ബീക്ക്. നെറ്റിങ്ങനെ വേർക്കുണ്ട്. ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക രണ്ടാളും. നബി തങ്ങൾ ഭാര്യമാരോട് കൂടുതൽ സംസാരിക്കുമായിരുന്നു. അവർ കൂടുതൽ സംസാരിക്കുന്നത് ഇരുന്ന് കേൾക്കുമായിരുന്നു. അവർ പറയുന്നത് കേൾക്കാൻ ഇങ്ങനെ ക്ഷമിച്ചിരിക്കും, കേട്ടുകൊണ്ടിരിക്കും അവർ പറയുന്നത്. എന്നാൽ ഒരാൾ പറഞ്ഞു, അവള് പറഞ്ഞ മുഴുവനും കേട്ടുകൊണ്ടിരുന്ന ഉള്ള വിവരവും കൂടി ഡിലീറ്റ് ആയി പോകും ഉസ്താദ് എന്ന് പറഞ്ഞ പോലെ. കേട്ടിരിക്കണം. അല്ലെങ്കിൽ കേൾക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരെ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കിട്ടും. അവരൊക്കെ വന്ന് കയറും. ഇബ്ലീസിന്റെ കുട്ടികൾ ഇഷ്ടം പോലെ പുറത്തൂടെ നടക്കാം ഈ കേൾക്കാൻ വേണ്ടിയിട്ട്. വർത്താനം പറയുന്ന റസൂലുള്ളാഹിക്ക് ഭാര്യമാരോട് ഈ ഭൂമിയിൽ നിന്ന് ആസ്വദിച്ച് മതിയാവാത്ത സന്തോഷങ്ങൾ 3 എണ്ണമാണെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തേത് സുഗന്ധം, 2 നിസ്കാരത്തിന്റെ ലഹരി, 3-മത്തേത് ഭാര്യയുമായിരുന്നുള്ള സംസാരം, അവരോടുള്ളതായ അനുരാഗത്തിന്റെ നിമിഷങ്ങളായിരുന്നു അവിടുത്തേക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കേട്ടിരിക്കുമായിരുന്നു. അങ്ങനെ കേട്ടിരുന്നപ്പോ എന്താ ഈ നെറ്റി വേർക്കണത്? നെറ്റി വേർക്കണ കണ്ടപ്പോ ഖദീജ റളിയല്ലാഹു അൻഹ ഒരു ഉമ്മയുടെ വാത്സല്യം കൊടുത്തതാ മുത്തുനബിക്ക്. 15 വയസ്സ് മൂത്തതാ ഖദീജ റളിയല്ലാഹു അൻഹ. നെറ്റി വേർക്കാണല്ലോ. സയ്യിദുൻ ലഹഖുഹു തബസ്സുമു വൽ യുൽഹുവൈനാ വനൗമുൽ ഇഗ്ഫാഉ വഅതാഹു ഫീ ബൈതിഹാ ജിബ്രീൽ ولذي اللب في الأمور ارتياء فأماطت عنها الخمار للتدري أهو الوحي أم هو الإغماء. അപ്പോഴുണ്ട് ഇത് വഹിയാണെന്നറിയാൻ ഖദീജ ബീവി പതുക്കെ തലയിലെ തട്ടനങ്ങ് താഴേക്കിടും. അപ്പൊ ഈ തലമുടി കാണുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ലജ്ജിച്ചങ്ങ് മാറി നിൽക്കും. അപ്പോൾ നെറ്റിയിലെ വിയർപ്പ് പോകും.
പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം വരാൻ വേണ്ടിയിട്ട് തലയിലേക്ക് തട്ടനങ്ങ് കയറ്റിയിടും. ജിബ്രീൽ കടന്നു വരും. അപ്പോഴേക്ക് നെറ്റി വിയർക്കും. വിയർത്തു തുടങ്ങുമ്പോ ആ തട്ടൻ പതുക്കെ താഴേക്കിടും. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം നാണിച്ചങ്ങോട്ട് മാറും. അപ്പൊ വേർപ്പു തലമറച്ചാലാ ജിബ്രീൽ വരാ. ഏതായാലും മക്കളെ അദബ് പഠിപ്പിച്ച് അവരെ നല്ല രീതിയിൽ, അതിന് നമ്മുടെ സഹോദരിമാരുടെ ദൗത്യം വലുത് തന്നെ. അവരൊരുപാട് അതിനു വേണ്ടിയിട്ട് ഒരുപാട് ക്ലേശപ്പെടുന്നുണ്ട്. ലോകത്ത് ഒരു മഹാൻ വന്നിട്ടുണ്ടെങ്കിൽ ഉമ്മ ദുആരക്കാതെ ഒരു മോനും മഹാനായിട്ടില്ല. ഉമ്മാക്ക് നല്ല ക്ഷീണം. ഇശാ കഴിഞ്ഞു. ക്ഷീണിച്ച് അവശയായ ഉമ്മ പൊന്നുമോനോട് പറഞ്ഞൊരു കൊച്ചുമോനാ, മോനെ ഉമ്മാക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണേ. ആ പൊന്നുമോൻ അടുക്കളയിലേക്ക് ചെന്നു. പെരുമാറി ശീലമില്ലാത്ത തട്ടിന്റെ മുകളിൽ നിന്നും ഒരു ചെറിയ കോപ്പയെടുത്തു. ഉമ്മാക്കുള്ള വെള്ളം നിറച്ചു. പൊന്നാര ഉമ്മച്ചിക്ക് കുടിക്കാൻ വേണ്ടി പൊന്നുമോൻ കൊണ്ടുവന്നപ്പോഴേക്കും എന്റെ ഉമ്മ ഉറങ്ങിപ്പോയല്ലോ. ഉമ്മാടെ ഉറക്കത്തിന് ഭംഗം വരാതെ പൊന്നുമോൻ ആ വെള്ളവുമായി കാത്തു നിന്നു. തഹജ്ജുദിന്റെ നേരത്ത് ഉമ്മ തനിയെ ഉണർന്നു വരികയാണ്. ഉണർന്നു വന്നപ്പോൾ ചിരിച്ചു നിൽക്കുന്ന മുല്ലമുട്ട് വിരിഞ്ഞ സൗന്ദര്യമുള്ള പല്ലുകൾ ഉമ്മാനെ സന്തോഷിപ്പിക്കാനല്ല, സങ്കടപ്പെടുത്താ ചെയ്തത്. പൊന്നാര ഉമ്മച്ചിക്ക് ദാഹം ശമിപ്പിക്കാനുള്ള വെള്ളത്തിന്റെ പാത്രം നീട്ടിപ്പിടിച്ചു നിൽക്കുന്ന കൊച്ചുമോൻ കെട്ടിപ്പുണർന്നു. ഒരു ബഹറിന്റെ വെള്ളം കുടിച്ച് ദാഹം തീർത്തതിനേക്കാളും വലിയ സന്തോഷം എന്റെ മോനന്റെ ഉറക്കത്തിന് കാവൽ നിന്നല്ലോ. ഉമ്മാന്റെ ഉറക്കത്തിന് മകൻ കാവൽ നിന്നല്ലോ. ഉമ്മാന്റെ ദാഹത്തിന് ശമനമായി വെള്ളവും കൊണ്ടുനിന്നല്ലോ. ചേർത്ത് പിടിച്ചിട്ട് അള്ളാഹുവോട് ദ്വാരുന്നു, ഈ മോനെ ലോകം മുഴുവനും അറിയണം, ഇസ്ലാമിന്റെ പടക്കുട്ടിയായി മാറണം. അള്ളാഹുവേ, എന്റെ പൊന്നുമോന് നീ നല്ല ഭാവി കൊടുക്കണേ അല്ലാ. എന്റെ പൊന്നുമോന് സ്വർഗം കൊടുക്കണേ അല്ലാ. ആ ഉമ്മ ദുആറുന്ന പൊന്നുമോനാണ് ശാഫിഈ മദ്ഹബിലെ മഹാപണ്ഡിതൻ ഇമാമുനാ നവവി റളിയല്ലാഹു അൻഹു. ഉമ്മ കൊടുത്തതാണ്, ഉമ്മയുടെ സംഭാവനയാണ്. നമുക്ക് പറ്റൂട്ടെ? അള്ളാഹു തരട്ടെ. മക്കളെ കിട്ടാന്ന് പറഞ്ഞ് കിട്ടിയിട്ട് കാര്യമില്ല. ഒരു മോനുണ്ടായിരുന്നു, 16 വയസ്സ് വരെ അന്ധനായിരുന്നു. 16ാമത്തെ വയസ്സിൽ 70,000 ഹദീസ്, 16ാമത്തെ വയസ്സിൽ അന്ധതയോടുകൂടെ 70,000 ഹദീസ് സനദ് സഹിതം കാണാതെ പഠിച്ച മോനുണ്ടായിരുന്നു. ആ പൊന്നുമോന് 16 വയസ്സ് കഴിഞ്ഞപ്പോൾ കണ്ണിന്റെ കാഴ്ച കിട്ടി. പിന്നെ അവിടെ നിന്നുള്ള പഠനം പറയാവതല്ല. ആ പൊന്നുമോൻ മദീനയിലെത്തിക്കഴിഞ്ഞാൽ അള്ളാന്റെ ഹബീബ് വിളിക്കാതെ മദീനയിലേക്ക് കയറൂല. പിണങ്ങി നിന്നു 2 മാസം മദീനയുടെ പുറത്ത്. അള്ളാന്റെ ഹബീബ് വിളിക്കാതെ ഞാൻ അങ്ങോട്ട് വരൂല. ആ പൊന്നുമോൻ ഒരിടത്ത് അള്ളാഹുവിന്റെ ഹബീബ് കുടിച്ച ഒരു പാത്രമുണ്ടെന്നറിഞ്ഞു. അങ്ങോട്ട് പോയി ആ പാത്രം തേടിപ്പോയി. കണ്ണിന് കാഴ്ചയില്ലാത്ത പൊന്നുമോന്റെ കയ്യിൽ ആ പാത്രം കിട്ടി. ആ പാത്രത്തിന്റെ വക്കിലൂടെ 2 വിരലുകൊണ്ട് ഇങ്ങനെ തടവി വന്ന് ഒരു പ്രത്യേക ഭാഗമെത്തിയപ്പോൾ അവിടെ അങ്ങ് അമർത്തി പിടിച്ചു. അത് ചുണ്ടോട് ചേർത്തു. അള്ളാഹുവിന്റെ ഹബീബ് വെള്ളം കുടിച്ച പാത്രത്തിൽ അവിടുത്തെ ചുണ്ട് വെച്ച ഇടത്തെ കണ്ണില്ലാഞ്ഞിട്ടും കണ്ടുപിടിച്ച പൊന്നുമോന്റെ വിരൽ തുമ്പിന്റെ ഒരു വലിയ ശക്തി തന്നെ പ്രവാചക സ്നേഹം. ഈ പൊന്നുമോൻ ഉമ്മയുടെ പ്രിയപ്പെട്ട മോനാ. ഉമ്മയുടെ ദുആയായി മോൻ ലോകത്തിന്റെ ഏറ്റവും വലിയ നെറുകയിൽ പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഖദ് ഇത്തഫഖ അഇമ്മത്തുനാ അലാ അന്ന അസ്ഹൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി. സ്വഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ഖുർആൻ കഴിഞ്ഞാൽ മുസ്ലിം ഉമ്മത്തിന്റെ ഏറ്റവും വലിയ പ്രമാണം. അത് ലോകത്തിന് സമർപ്പിച്ച ഇമാം ബുഖാരിയ ആ പൊന്നുമോൻ. ഉമ്മാടെ ദുആയ ആ പൊന്നുമോൻ കുഞ്ഞിന്റെ കണ്ണിന് കാഴ്ചയും നഷ്ടത്തിലായി
അതുകൊണ്ട് തള്ള കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതായി. മോന് കണ്ണിന് കാഴ്ച വേണം, പാട് ദുആയാണ്. അനാഥയാണീ കുഞ്ഞ് യാ റഹ്മാനേ, കണ്ണിന് കാഴ്ച കൊടുക്കണേ മന്നാനേ. ഉമ്മ ദുആരെന്നാൽ കണ്ണിന് കാഴ്ച കിട്ടും. ഉമ്മ ദുആരെന്നാൽ മക്കൾക്കെല്ലാം നേട്ടവും കിട്ടും. ഉമ്മാടെ ദുആ അല്ലാഹ് സ്വീകരിച്ചു കേട്ടോളൂ. ഒരു ദിവസം ഇബ്രാഹിം നബി സ്വപ്നത്തിലായി കരയുന്ന മാതാവോട് വന്നോതുന്നതായി. നിനക്കുത്തരം അല്ലാഹു പെണ്ണേ ചെയ്തു പോയി. കുഞ്ഞിന്റെ കണ്ണിന് നല്ല കാഴ്ച ലഭിച്ചു പോയി. വലിയ താടിയുള്ള, വെളുത്ത വസ്ത്രവും തലപ്പാവുമുള്ള, വെളുപ്പും ചുവപ്പും കലർന്ന നിറമുള്ള ഒരു മനുഷ്യൻ വന്നു, സ്വപ്നത്തിൽ വന്നു. ചോദിച്ചു, ആരാ അങ്ങ്? ഞാൻ അല്ലാഹുവിന്റെ ഖലീൽ നബി ഇബ്രാഹിം അലൈഹിസ്സലാമ. എന്തിനാ എന്റെ സ്വപ്നത്തിൽ വന്നത്? അല്ലാഹു പറഞ്ഞയച്ചതാ. എന്തിനാ പറഞ്ഞയച്ചത്? ഒരുപാട് കരഞ്ഞില്ലേ പെണ്ണേ നീ? മോന് കാഴ്ച വേണമെന്ന് അല്ലാഹുവോട് ദുആരന്നല്ലേ? മോന് കാഴ്ച കിട്ടിയിട്ടുണ്ട്, രാവിലെ പോയി നോക്കിക്കോ. മരണപ്പെട്ട ഒരാള് സ്വപ്നം കണ്ടാൽ അതൊരു മഹാനാണ് എങ്കിൽ ആ സ്വപ്നത്തിൽ മരിച്ചു പോയ ആള് വന്ന് പറഞ്ഞത് അതുപോലെ തന്നെയാ അതിന്റെ വ്യാഖ്യാനമെന്ന് മഹാന്മാരായ തഅബീറിന്റെ ഉലമാ പറയാറുണ്ട്. മഹദിയായ ഇമാം ബുഖാരിയുടെ ഉമ്മ ദിരാവിലെ നോക്കുന്ന സമയം കുഞ്ഞിനും പരിപൂർണ സുഖമായി കാഴ്ച വന്നിരു കണ്ണിനും. ഉമ്മാന്റെ ദുആയാ മക്കള്. ഉമ്മാന്റെ ദുആ ഉണ്ടെങ്കിൽ മക്കള് രക്ഷപ്പെടും. നല്ല വേനക്ക് ഇടക്കൊരു മഴയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മുറ്റത്തെ വാഴയൊക്കെ ഒന്ന് ഉഷാറാവും അല്ലേ? നിനക്കുള്ള പ്രാർത്ഥന കൊണ്ടവർ വളരേണ്ടതാ. ഇടമഴ ലഭിച്ചാൽ ചെടികളും തഴയ്ക്കുന്നതാ. ഇടക്കൊരു മഴ കൊടുക്കണം. ഉമ്മാടെ ദുആയാണ് മഴ. മൂസാ അലൈഹിസ്സലാം ഒരിക്കൽ അല്ലാഹുവോട് ദുആ ചെയ്തു, അല്ലാഹുവേ ലികുല്ലി നബിയ്യിൻ റഫീഖുൻ ഫിൽ ജന്ന. സ്വർഗ്ഗത്തിൽ ഓരോ പ്രവാചകന്മാർക്കും ഒരു പ്രൈവറ്റായ സുഹൃത്തുണ്ട്, ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ. ഏതൊരു പ്രവാചകനും സ്വർഗത്തിൽ ഉണ്ടെന്നല്ലേ അല്ലാഹ്? അല്ലാഹുവേ എനിക്കും സ്വർഗത്തിൽ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരനുണ്ട്. അതാരാന്ന് എനിക്കറിയില്ല. എന്റെ ആഗ്രഹം, എന്റെ ദുആ ഇപ്പൊ എനിക്ക് കാണണം എന്റെ സ്വർഗത്തിലെ ആ കൂട്ടുകാരനെ എന്ന് സയ്യിദുനാ മൂസാ അലൈഹിസ്സലാം ദുആരുന്നു. അള്ളാഹുവോട് ദുആരുന്നു, അല്ലാഹുവിന്റെ കരീം എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരനെ എനിക്ക് ഇപ്പൊ ഇവിടെ വെച്ച് കാണണം എന്ന് എനിക്ക് കാണിച്ചു തന്നെ അല്ലാഹ്. അള്ളാഹു വഹി കൊടുത്തു മൂസ നബിയെ, ഇപ്പൊ അങ്ങ് നിൽക്കുന്നിടത്തുനിന്ന് ഇനി അങ്ങോട്ട് നടന്ന ആദ്യം കാണുന്ന മനുഷ്യനാരാണോ ആ ആൾ അങ്ങയുടെ സ്വർഗത്തിലെ കൂട്ടുകാരനാണെന്ന് അള്ളാഹു വഹി അറിയിച്ചു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂസ നബി മുന്നോട്ട് നടന്നു. അപ്പോഴുണ്ട് ഒരു ചെറുപ്പക്കാരൻ, അങ്ങനെ വലിയ പത്രാസുള്ള ആളൊന്നുമല്ല. കണ്ടു. അള്ളാഹ് പറഞ്ഞാൽ ആദ്യം കണ്ട ആളെ ഉറപ്പിച്ചു, ആളാണ് സ്വർഗത്തിലെ കൂട്ടുകാരൻ. എല്ലാ നബിമാർക്കും സ്വർഗത്തിലൊരു കൂട്ടുകാരൻ. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, എന്റെ കൂട്ടുകാരൻ സ്വർഗത്തിൽ എന്റെ ഉൾസമാനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഹബീബായ നബി തങ്ങളുടെ കൂട്ടുകാരനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. മൂസ നബിയുടെ കൂട്ടുകാരനെ ഒന്ന് കാണണം. എന്റെ കൂട്ടുകാരനാരാ? എന്റെ ഖാദിമാരാ സ്വർഗത്തിൽ. അല്ലാഹു പറഞ്ഞു, മുന്നോട്ട് നടന്നോ. ആദ്യം കാണുന്ന ഒരു ചെറുപ്പക്കാരൻ ആരോ, ആദ്യം കാണുന്ന വ്യക്തി ആരോ, അയാൾ തന്നെ ആ കൂട്ടുകാരൻ. മൂസ നബി ഒരൽപ്പം അങ്ങ് നീങ്ങിയപ്പോഴേക്കും അത്ര വലിയ പത്രാസുകളും ഗമയും പ്രൗഢിയുമില്ലാത്തൊരു ചെറുപ്പക്കാരനെ കണ്ടു. അയാളെ കൈക്ക് പിടിച്ച് അണച്ചു പിടിച്ചു. അയാൾ മൂസ നബിയുടെ മുഖത്തേക്ക് പരിചയമില്ലാത്തൊരു നോട്ടം നോക്കി. ആരാണെന്നൊരു ചോദ്യം ആ മൗനം നിറഞ്ഞ മുഖത്തിലുണ്ട്. മൂസ നബി ആ സഹോദരന്റെ കൈത്തണ്ടിൽ അമർത്തിപ്പിടിച്ചു. വാത്സല്യത്തോടെ ബഹുമാനത്തോടെ പറഞ്ഞു, സഹോദര, നിങ്ങളോട് ഞാനൊരു സന്തോഷം പറയട്ടെ.
പ്രിയപ്പെട്ട സഹോദര, മഹാനായ മൂസാ നബിയുടെ സ്വർഗത്തിലെ കൂട്ടുകാരൻ അങ്ങാണെന്ന് സയ്യിദുനാ മൂസാ അലൈഹിസ്സലാം ഒരു പരിചയവുമില്ലാത്ത അയാളോട് പറഞ്ഞു. അയാളുടെ ചുണ്ട് വിതുമ്പാൻ തുടങ്ങി, കണ്ണ് നനയാൻ തുടങ്ങി. ആ മനുഷ്യൻ ഇന്നവരെ മൂസ നബിയെ കണ്ടിട്ടില്ല. ആ കൈക്ക് പിടിച്ചു, മറ്റൊന്നും ചോദിച്ചില്ല. മൂസ നബിയുടെ ദൃഢമായ കയ്യിൽ അമർത്തി പിടിച്ചു. ആ സഹോദരൻ വിതുമ്പുന്ന ചുണ്ടുകളോടെ കരച്ചിലോടുകൂടെ വീട്ടിലേക്ക് മൂസ നബിയുടെ കൈ പിടിച്ചു ഓടാൻ തുടങ്ങി. എന്റെ ഉമ്മാനോട് പറയണ്ടേ ഈ സത്യം, എന്റെ ഉമ്മാനോട് പറയണ്ടേ ഈ സന്തോഷം. ഉമ്മ തളർന്നു കിടക്കാ. മാടടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉമ്മാ ഞാനെന്ന് പറയട്ടെ, അള്ളാഹുവിന്റെ കലീമായ മൂസ നബിയുടെ സ്വർഗത്തിലെ കൂട്ടുകാരൻ ഞാനാണ് ഉമ്മ. ഉമ്മ ചാടി എഴുന്നേറ്റു. ആ തളർന്ന ശരീരത്തിൽ ഒരു നവജീവൻ വന്നു. മോനെ, നിന്നോട് ആരടാ ഇത് പറഞ്ഞത്? ഈ മഹാനായ മനുഷ്യനാ എന്നോട് പറഞ്ഞത്. ഉമ്മ അദ്ദേഹത്തിന്റെ നേരെ അങ്ങ് നോക്കാൻ തുടങ്ങി. ഓ പ്രിയപ്പെട്ട സഹോദര, മുമ്പൊരിക്കലും നിങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. ഈമാന്റെ വെളിച്ചം സ്ഫുരിച്ചു നിൽക്കുന്ന മുഖമുള്ള അങ്ങയോട്, തഖ്വ തുളുമ്പി നിൽക്കുന്ന മുഖഭാവമുള്ള അങ്ങയോട്, പക്വത നിറഞ്ഞു നിൽക്കുന്ന അങ്ങയോട് ഞാൻ ചോദിക്കട്ടെ, എന്റെ പൊന്നുമോൻ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ മൂസ നബിയുടെ കൂട്ടുകാരനാണെന്ന പ്രഖ്യാപനം പറയാൻ അങ്ങയെ ചുമതലപ്പെടുത്തിയത് ആരാ? എന്നെ ചുമതലപ്പെടുത്തിയത് അള്ളാഹുവാ. അള്ളാഹു ചുമതലപ്പെടുത്തി അങ്ങ് അത് പറയണമെങ്കിൽ അങ്ങ് ആരാ? മഹാനായ മൂസാ നബി വിനയത്തോടുകൂടെ പറഞ്ഞു, പ്രിയപ്പെട്ട ഉമ്മ, അന കലീമുല്ലാഹി നബി മൂസാ അലൈഹിസ്സലാം. ഇനി പറയൂ, ഉമ്മ ദ്വാരുന്നത് എന്തായിരുന്നു? ഉമ്മ ദ്വാരുന്നത് എന്തായിരുന്നു? എന്റെ മോനെ സ്വർഗത്തിൽ കിടത്തണമെന്നല്ല, അവര് ജീവിച്ച ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ മഹാന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കണം എന്റെ മോൻ സ്വർഗത്തിൽ. അങ്ങനെ ഉമ്മ ദ്വാരുന്നത്. ഉമ്മ പറഞ്ഞു, മൂസ നബിയോട് പറഞ്ഞു, കാലം കുറയാ എന്റെ മോൻ കിടന്ന് കഷ്ടപ്പെടുന്നു, എന്തെങ്കിലും ഒന്ന് കൊടുക്കണമല്ലോ എന്ന് ഓർത്തപ്പോ എനിക്ക് കൊടുക്കാനുണ്ടായത് ഈ ദുആ മാത്രമാണ്. ഞാൻ എന്റെ മോന് വേണ്ടി ദുആയിരുന്നു, സ്വർഗത്തിൽ മൂസ നബിയുടെ കൂട്ടുകാരനാവാൻ എന്റെ മോനെ നീ തൗഫീഖാക്കണേ എന്ന് ഞാൻ ദുആയിരുന്നു. അള്ളാഹു അത് കേട്ടതിന്റെ സന്തോഷ. എന്റെ പൊന്നുമോൻ സ്വർഗത്തിൽ മൂസ നബിയുടെ കൂട്ടുകാരനാണ് എന്ന് പറഞ്ഞത് കേട്ട് മരിക്കാൻ എനിക്ക് കഴിഞ്ഞല്ലോ. സന്തോഷം. ഉമ്മയുടെ ദുആ കൊണ്ടേ മക്കള് വളരൂ, ഉമ്മയുടെ തർബിയത്ത് കൊണ്ടേ മക്കള് വളരൂ. ഉമ്മയില്ലെങ്കിൽ ഈ ലോകമില്ല, ഉമ്മയില്ലെങ്കിൽ സ്വർഗവുമില്ല. ഉമ്മയില്ലെങ്കിൽ സ്വർഗമല്ല. സ്വർഗത്തിന് ഒരു മഹത്വമില്ലേ? എന്താ ഉമ്മ ചവിട്ടിയത്? ഒരു പെണ്ണ് ചവിട്ടിയതിനാ സ്വർഗം എന്ന് പറഞ്ഞത്. ആ പെണ്ണ് ചവിട്ടിയോടത്താണ് നിന്റെ സ്വർഗം ഉള്ളത്. ആ പെണ്ണ് നിന്റെ ഉമ്മയാ. ആ പെണ്ണ് ഉമ്മയാ. അള്ളാഹു നമ്മുടെ ജീവിച്ചിരിക്കുന്ന ഉമ്മമാർക്ക് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. അള്ളാഹു നമ്മുടെ മരണപ്പെട്ട ഉമ്മമാർക്ക് മഗ്ഫിറത്തും സ്വർഗവും കൊടുക്കട്ടെ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ സ്വീകരിക്ക തമ്പുരാനെ, പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ അറിവിൽ ബറക്കത്ത് നൽകുക അല്ലാഹ്, അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുക അല്ലാഹ്. മാരക രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്, അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്, അബദ്ധ മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്, മരുന്ന് ഫലിക്കാത്ത രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ആഫിയത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. വീട് പണിയിൽ ബറക്കത്ത് നൽകുക അല്ലാഹ്. വീടില്ലാത്തവർക്ക് വീട് നൽകുക അല്ലാഹ്. വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങളെ ചേർക്കുക അല്ലാഹ്. ഗൾഫിലുള്ളവർക്ക് അഭിവൃദ്ധി നൽകുക അല്ലാഹ്. കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക്
നീ തന്ന മുഴുവനിലും ബറക്കത്ത് നൽകുക അല്ലാ. കണ്ണീർ, സിഹർ പോലെയുള്ള മാരക വിപത്തുകളിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുവേ, ലഹരി ഉപയോഗത്തിൽ ഞങ്ങളോ ഞങ്ങളുടെ മക്കളോ പോവല്ലേ അല്ലാ. പരസ്ത്രീ ബന്ധത്തിൽ ഞങ്ങളോ ഞങ്ങളുടെ മക്കളോ പോവല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ പൊന്നുമക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അല്ലാഹുവേ, പൊന്നാര മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഞങ്ങളുടെ മരിച്ചുപോയവരുടെ ഖബർ സ്വർഗമാക്കുക അല്ലാ. ആഖിബത്ത് നന്നായി മരിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാ. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സഗാറാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീന ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.